നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ്. അടിപൊളിയാട്ടോ, ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളിന്ന് ചെയ്യുന്നത്, ചുരയ്ക്ക. കാര്യം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുമാതിരിപ്പെട്ടവരൊന്നും എടുക്കത്തില്ല, വല്ല സാമ്പാറിൻ്റെ അകത്തൊക്കെ മാത്രമൊക്കെ ഇടത്തുള്ളൂ. പക്ഷേ ഇതല്ലാതെ നല്ല ടേസ്റ്റിയായിട്ട് ഇതുകൊണ്ട് തന്നെ ഒരു കറി വെക്കാം. ഒരു പക്ഷേ അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അറിയാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാലുണ്ട്, ഏറ്റവും കൂടുതൽ അന്യദേശ തൊഴിലാളികൾ ഇത് മേടിച്ചുകൊണ്ട് പോകും. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായത്. പിന്നെ ഗ്യാസ് ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. ഏതാ ഇത് കഴിച്ച് സാധാരണ നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ വയറ് കമ്പനം അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഇത് വളരെ ഈസിയായിട്ട് അങ്ങ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അത് ഇതേപോലെ ഒന്ന് ചീകി അല്ലെങ്കിൽ തൊലി ചെത്തി എടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിത് ഈ പടവലങ്ങയുടെ മുകളിലത്തെ ഒരു ഇതേപോലെ വെളുത്ത ഒരു ഇതുപോലെ ഉണ്ടല്ലോ, അതപ്പോൾ ഇതിങ്ങനെ ചിരണ്ടി അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പച്ചക്കറിക്കൊക്കെ പഞ്ഞ വിലയാണ്, ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഈ ഒരു സാധനത്തിൽ നിങ്ങൾ അധികം വിലയൊന്നും ആകത്തില്ല. പിന്നെ വേറെ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇതിന് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും ശരി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ വെള്ളം ഒന്ന് കളയട്ടെ. കളഞ്ഞിട്ട് വേണം 1-2 പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുക്കാൻ. ഒന്നുകൂടെ കഴുകിയെടുക്കാം. നന്നായിട്ടത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിന്ന് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. ഒരു പക്ഷേ ഇതൊക്കെ അറിയാൻ പറ്റാത്ത ആൾക്കാർ കാണുമല്ലോ, ഇതൊക്കെ എങ്ങനെ എടുക്കേണ്ട അല്ല എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പം ഞാനിത് ഇത്രയും തന്നെ എടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് എടുക്കണം. അംഗസംഖ്യ കൂടുതലുള്ള വീട്ടിൽ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടി ഇതൊക്കെ വേണമെങ്കിൽ കളയാവുന്നതാണ്. കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഇതിൻ്റെ അകത്തെ ആ കുരു അത് കറി വെച്ച് കഴിയുമ്പോൾ ഈ കുരു ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ കളയുന്നത്. സാധാരണ നമ്മൾ വെള്ളരിക്കയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതേപോലുള്ള ആ നടുഭാഗത്ത് അതെടുത്ത് നോക്കിയാൽ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കും. പക്ഷേ ഇത് കഴിക്കത്തൊന്നുമില്ല, കുരു കിടക്കുന്നതുകൊണ്ട് ഞാൻ കളഞ്ഞതേ ഉള്ളൂ. ഈ രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് രണ്ടായിട്ട് മുറിക്കുക. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇച്ചിരി ചെറുതാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഇത് ഒരു കറക്റ്റ് പരുവമാണ്. സാധാരണ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ ഇതെന്ത് ചുരക്കാട് ഒരു കഷ്ണം കിട്ടും. അത് സാധാരണ നമ്മൾ സാമ്പാറിൻ്റെ അകത്തൊക്കെ ഇട്ടങ്ങ് അങ്ങനെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ തോരൻ വെക്കാനും ഒക്കെ നല്ലതാണിത്. അപ്പോൾ ഈ അരിഞ്ഞത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് നമ്മൾ നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് ചെയ്യുന്നത്. ഇപ്പം മസാലയൊക്കെ ചേർത്ത് ഒരുപാട് രീതിയിലൊക്കെ ഈ കറി വെക്കും. പക്ഷേ ഞാൻ ആ മസാലയൊക്കെ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഈ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഒരു മൺചട്ടിക്കകത്താണ് അത് റെഡിയാക്കുന്നത്. ഈ ചട്ടി അങ്ങോട്ട് വെക്കാം. ഈ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു 4 വെളുത്തുള്ളി ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ എരിവിന് ആവശ്യമുള്ള ഒരു 3-4 പച്ചമുളക്. അപ്പോൾ എരിവ് നമുക്ക് ആവശ്യത്തിന് ചേർക്കുക. കാര്യം എരിവ് കുറച്ച് വേണ്ടവരുണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക എന്നുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം രീതിയിലുള്ള 2 സവാള ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ആ സവാളയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഈ സവാളയുടെ കളറൊന്ന് മാറണം, അതായത് നല്ലപോലെ വേകുകയും ചെയ്യണം. ഇതേപോലെ കുറച്ച് ഉപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ സവാളയുടെ കളറൊന്ന് മാറണം.
ഈ സബോളയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരു 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി, ഒരു മീഡിയം രീതിയിലുള്ളതാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ തക്കാളിയും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പസമയം ഒന്നിരിക്കട്ടെ. ഈ തക്കാളി ഒന്ന് ഉടയണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് മാറ്റി കൊടുക്കുക. ഇതേപോലെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ ആ പച്ചച്ചവയൊന്ന് മാറണം. മാറിയതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെ ആ പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അത് നമുക്ക് ആ കഷ്ണങ്ങൾ വേകാനുള്ള വെള്ളം വേണം. ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കഷ്ണങ്ങളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരല്പം ഉപ്പുപൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. കാര്യം ഉപ്പ് കാണത്തില്ല. കഷ്ണമാകുമ്പോഴത്തേക്ക് അതിനൂടെ വേണ്ടേ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊരു പക്ഷേ കുക്കറിനകത്താണേലും ചെയ്തെടുക്കാവുന്നതാണ്. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ചട്ടിക്കകത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. കാര്യം ആ കഷ്ണം ഒന്ന് വേകണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കാര്യം അത് വേകാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് വെന്ത് കാണും എന്ന് തോന്നുന്നു. തുറന്ന് നോക്കിയതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ തീ ഒരു മീഡിയം രീതിയിലൊക്കെ നിന്നാൽ മതി. അപ്പോൾ ഈ ചുരക്ക ഒന്ന് വേകാനായിട്ടാണ്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. കാര്യം വെന്ത് അങ്ങ് കുഴഞ്ഞു പോകണ്ട, ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വെന്തതിന് ശേഷം ഈ അടുപ്പൊന്ന് നിർത്തിയിട്ട് ഞാൻ താത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കാര്യം ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങയോ മറ്റ് അരപ്പിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതേപോലെ അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ്. കാര്യം ഒരു നാടൻ കറി, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർക്കണം. ഇനി നമുക്കൊന്ന് കടുകൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ചീനച്ചട്ടി ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇച്ചിരി കടുക് ഒന്ന് ഇട്ട് കൊടുക്കുക. ആ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു 5-6 ചെറിയ ഉള്ളി അരിച്ച് വെച്ചിരിക്കുന്നത് ആ ഉള്ളിയും കൂടി ഇട്ട് 2 വറ്റൽമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി താളിയിലെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടുപ്പേ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ അടപ്പ് അങ്ങോട്ട് തുറക്കാം. തുറന്നിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. പച്ചവരക്കറി ഇത് ഞാനൊരു കള്ളം പറഞ്ഞല്ലോ, ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെ. നിങ്ങളിത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഭാര്യ തന്നെ അടുത്തുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ചാനലിനകത്തൊന്നും വരുന്നില്ല. ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ 2 പേരും കൂടാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ക്ഷമല ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട്. ദിവസമായി വന്നിട്ട് ഏതായാലും ടേസ്റ്റ് ഒന്ന് ഇത് നോക്കാം. കാര്യം എന്നാ വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ഇത് നല്ലതാണെങ്കിൽ മാത്രമല്ലേ അവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. നോക്കട്ടെ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. തേങ്ങ ഇല്ലെങ്കിൽ എന്നാ നല്ല സൂപ്പർ കറിയാണ്. തൈരൊക്കെ ചേർത്ത് നല്ല കറി. എത്തിച്ചാൽ നോക്കിയേ, ചുരക്ക തൈര് കറി. നല്ല കറിയാണ്. തേങ്ങ അരച്ച് വെറുതെ സമയം കളയണ്ട അല്ലേ. നല്ല അടിപൊളി കറിയാണ്. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ്. അടിപൊളിയാട്ടോ. ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
ഈ കറിയെക്കുറിച്ച് എന്താ ഷംലയ്ക്ക് പറയാനുള്ളത്? ചുരക്ക സാമ്പാറിൻ്റെ അകത്ത് ഇടുന്നേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല അടിപൊളി കറി. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. നല്ല കറിയാണ് കേട്ടോ. സത്യമായിട്ടും ഷംലയ്ക്ക് ഈ രീതിയിലുള്ള കറിയൊന്നും ഷംലയ്ക്ക് അറിയത്തില്ല. ഇത് നമ്മുടെയുള്ള ഐഡിയയിൽ കറി നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കറി വെച്ചാൽ ഞാനിത് പണ്ട് ഒരിടത്തുനിന്ന് കഴിച്ചാണ്. എനിക്ക് അന്നേ അത് മനസ്സിലുണ്ടായിരുന്നു ഇതൊന്നും ചെയ്യണമെന്ന്. തൈര് ഒഴിച്ച് ചുരക്കാക്കറി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് ചെയ്തു നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചുരക്കാന്ന് പറയുമ്പോഴത്തേക്ക് അധികം കാശൊന്നും ആകത്തില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടൊരു കറി തന്നെയാണ്. ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. ഇനി ഒരു കാര്യം കൂടെ ലക്ഷ്യമില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.